ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ശ്രുതിയ രാജീവ്. അപ്പോൾ എല്ലാവരും എക്സാം എല്ലാം കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടാവും. 10th റിസൾട്ട് വന്നു, +2 വന്നു. 10th പിള്ളേർ +1 അഡ്മിഷൻ അലോട്ട്മെൻറ്റ് വന്ന് അതിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിലായിരിക്കും. +2 പിള്ളേർ അതുപോലെ തന്നെ കോളേജ് അഡ്മിഷൻ ഏതിനടുത്തതെടുക്കും നല്ല കൺഫ്യൂഷനായിട്ട് ഇരിക്കലായിരിക്കും. സോ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് +2 എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് നിൽക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ്. സോ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ നിങ്ങളെക്കാളും ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അപ്പം ഒരുപാടൊന്നും പഠിച്ചിട്ടുമില്ല, പക്ഷേങ്കിൽ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ എനിക്കിവിടെ പറയണമെന്ന് തോന്നി. സോ അതാണ് ഇന്നത്തെ വീഡിയോ. സോ ദ ഫസ്റ്റ് ആൻഡ് ദ ബേസിക് വൺ എന്ന് പറയുന്നത് കരിയർ വി ചൂസ്. ബിക്കോസ് ഞാൻ 10th ക്ലാസ് പഠിക്കുമ്പോഴുള്ള എൻ്റെ അംബീഷൻ അല്ലായിരുന്നു ഞാൻ +2 കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് ഉണ്ടായത്. ലൈക്ക് ഐ തിങ്ക് അത് നിങ്ങൾ പല ആൾക്കും റിലേറ്റബിൾ ആയിരിക്കാം. ബിക്കോസ് ഞാൻ 10th ക്ലാസ് പഠിക്കുമ്പം ഞാൻ എന്ത് ചെയ്യൂല എന്ന് പറഞ്ഞോ, അതിപ്പോൾ +2 ലാസ്റ്റ് വരെ ഞാൻ ഒരിക്കലും എൻജിനീയറിംഗാണ് പഠിക്കുക, ബാംഗ്ലൂർ വരും എന്നൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ പോലും കൊടുക്കാത്ത കാര്യങ്ങളാണ്. സോ ബട്ട് ഐ ആം ഡൂയിങ് ദാറ്റ്. ലൈക്ക് ഈവൻ ഇഫ് നമുക്ക് ആദ്യമേ വലിയ സ്വപ്നങ്ങളും ഒരുപാട് ആംബിഷനും മറ്റേ വിഷൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ബിക്കോസ് ആസ് സമ്മൺ ലൈക്ക് എൻ്റെ ലൈഫ് ഞാൻ ഓരോ വർഷം ഞാൻ എവിടെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ എഴുതി വെച്ച ഒരാളാണ് ഞാൻ. അത്ര അംബീഷ്യസ് ആയിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ നാളെ എന്താ ചെയ്യാന്ന് പോലും ഒട്ടും ഐഡിയ ഇല്ല. അങ്ങനെ ഒരാളായിട്ടുണ്ട്. സോ ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല. അവരോടാണ് ഞാൻ പറയുന്നത്, +2 കഴിഞ്ഞിട്ട് ഒരു തിരക്കില്ല, ഓക്കെ നമുക്കൊരു ഗ്യാപ്പ് ഇയർ വേണമെങ്കിൽ എടുക്കാം. എന്നാലും ആലോചിച്ചിട്ട് മാത്രം നമ്മൾ എന്തെടുക്കുന്നുണ്ടെങ്കിലും നല്ലോണം ആലോചിച്ച് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നമ്മളെ കൊണ്ട് അത് പറ്റുമോ നോക്കണം. സോ ലൈഫിൽ മെയിൻ സംഭവം പൈസ തന്നെയാണ്. മണി ഈസ് ദ ലൈക്ക് ഇമ്പോർട്ടൻറ്റ് തിങ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. പക്ഷേങ്കിൽ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു, നമ്മൾ ഇഷ്ടപ്പെട്ട ജോലിയാണോ ചെയ്യുന്നത്, അത് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്തിട്ട് കിട്ടുന്ന പൈസ ലൈക്ക് ഒരു പ്രത്യേക ഫീലിംഗ് ആയിരിക്കും. അതാണ് എൻ്റെ അമ്മയെല്ലാം എനിക്ക് പറഞ്ഞു വെച്ചാൽ, നമുക്ക് പല പണി എടുത്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം, പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ചെയ്യുന്ന ഒരു ജോലി. സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇരുന്ന് ആലോചിക്കണം. സോ ഞാൻ ഇങ്ങനെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. സോ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഞാൻ +2 കഴിഞ്ഞ് ഞാൻ ഒരുപാട് കാലമായിട്ട് NDAക്ക് വേണ്ടി ട്രൈ ചെയ്തായിരുന്നു. കുറച്ച് എക്സാംസ് ഞാൻ എഴുതി, എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. റിട്ടേൺ എക്സാമിന് തന്നെ ഞാൻ എലിജിബിൾ ആയിട്ടില്ല. സോ എനിക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എനിക്ക് ഗ്യാപ്പ് ഇയർ എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ 2006 കിട്ടാം. ഞാനിപ്പോൾ ആക്ച്വലി 3rd ഇയർ ഓഫ് ലൈക്ക് എഞ്ചിനീയറിംഗ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് 2nd ഇയറിലേക്ക് പോകുന്നേ ഉള്ളൂ. സോ എനിക്കൊരു ഗ്യാപ്പ് ഇയർ എൻ്റെ ഓപ്ഷനിലേ ഇല്ലാത്തൊരു കാര്യം. സോ എനിക്ക് ടൈം കളയാനില്ല. ഇവർ പറഞ്ഞു റിപ്പീറ്റിന് പോയിക്കൂടെ, എനിക്ക് ഒന്നാമത് ഞാൻ എഞ്ചിനീയറിംഗ് എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കീമില്ല JEE ഇല്ല. ബയോളജി സ്റ്റുഡൻ്റ് ആണെങ്കിലും നീറ്റും ഇല്ല എനിക്ക്. സോ അവർ പാരൻസും പറഞ്ഞു നമുക്കൊരു റിപ്പീറ്റിന് പോകാം, JEE എഴുതാം. ലൈക്ക് എനിക്ക് അതിന് ടൈമില്ല. ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഏജ് ആവും. പഠിച്ചു കഴിഞ്ഞ് പണി കിട്ടുമ്പോഴേക്ക് നല്ല ഏജ് ആവും. സോ അതിനൊക്കെ റെഡിയില്ല. അങ്ങനെ ഞാൻ കുറച്ച് ഏജൻസി വഴി കാര്യങ്ങളൊക്കെ നോക്കി. ലൈക്ക് പിന്നെ ഞാൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ നോക്കി. ബിക്കോസ് ഐ ഹാവ് ദിസ് ക്രേസ് ടു ലൈക്ക് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് ആൻഡ് ഓൾ. അതിപ്പോൾ ആയിരിക്കില്ല, അതിങ്ങനെ വിമാനം പോകുമ്പോൾ ഇപ്പോൾ മേലോട്ട് നോക്കാതെ ആരും ഉണ്ടാവില്ല. സോ അങ്ങനെ ഞാൻ വന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് നോക്കി. പിന്നെ ഇതിന് തന്നെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, വൈ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വെച്ചിട്ട്. അത് നിങ്ങളൊന്ന് പോയി കാണണം. അത് ജോബ്. പിന്നെ ഐ ആക്ച്വലി തിങ്ക് ഐ ക്യാൻ ഡു സംതിങ് ഹിയർ. ലൈക്ക് ഞാനിത് നാളെ പണിയെടുക്കുമ്പോൾ അവിടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയതുകൊണ്ടാണ് ഞാൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തത്. ആൻഡ് ഇപ്പം 2nd സെം മുതലാണ് നമുക്ക് കോർ സബ്ജക്ട്സ് ലൈക്ക് എസെൻഷ്യൽ ഓഫ് എയറോസ്പേസ് ടെക്നോളജീസ്. സോ അതൊക്കെ പറയുമ്പോൾ ലൈക്ക് ബാക്കി മാത്സും ഫിസിക്സ് എല്ലാം ഉണ്ട്, പക്ഷേ എങ്കിൽ ഈ സബ്ജക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ലൈക്ക് അതൊക്കെ whenever I'm studying that I like this is the reason I took aeronautical. So that is my first point. Choose your career wisely. Like second and the most important one, don't trust anyone blindly. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച പാഠാണ്. അത് ഞാനിവിടെ പറയുന്നു. ഞാനിവിടെ ബാംഗ്ലൂർ വരുന്നതിനും എൻ്റെ ഇവിടെ ഏട്ടന്മാരും മാമന്മാരും അമ്മയച്ഛനും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ആരും വിശ്വസിക്കരുത്, കണ്ണടിച്ചാലും വിശ്വസിക്കരുത്. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എക്സാക്ട്ലി 1 ഇയർ ആവുന്നുണ്ട്. കഴിഞ്ഞ ഒരു 11 മാസമായിട്ട് എനിക്ക് ഇതുവരെ ലൈക്ക് 10 to 11 മാസമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ലൈക്ക് തിരിച്ചടി വരുന്നൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം വരെ ഞാൻ ആലോചിക്കലുണ്ടായിരുന്നു, ലൈക്ക് ഐ ഗോട്ട് സച്ച് നൈസ് ഫ്രണ്ട്സ് ആൻഡ് ഓൾ. ലൈക്ക് ആരും അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ആരും എനിക്ക് പണിയൊന്നും തരാനൊന്നുമില്ല. എല്ലാം എന്നെ പോലെ പാവം പിള്ളേറിന്. നോ ഗൈസ്, ഡോണ്ട് ബിലീവ് ദാറ്റ്.
ഇത്രയും വിചാരിക്കാത്ത ആൾക്കാരെല്ലാം ആയിരിക്കും നമുക്ക് 8ൻ്റെ പണി 16ൻ്റെ പണി തരുക. നമ്മളെ സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കണ്ടല്ലേ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിന് പറയുന്നതാണ്. നമ്മൾ പഴയ എക്സിനെ കുറിച്ചോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും, ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ ഒന്ന് ആലോചിക്കുന്നില്ല, അങ്ങനെ ഒരു കാര്യങ്ങൾ ആരോട് പറയണ്ട. ഒന്ന് ബുക്കിൽ എഴുതിയൊക്കെ പോയിട്ട് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അത്രയും പണിയാണ് കിട്ടുക. ഇതിപ്പം നമുക്കെല്ലാവർക്കും അറിയാം കോളേജ് ഗോസിപ്സ് എന്ന് പറയുന്നത്. കോളേജ് ഗോസിപ്സ് അതാണ് കോളേജിൻ്റെ മെയിൻ. അവിടെ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് ഗോസിപ്സിനായിരുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ പെട്ടെന്ന് പടർക്കും. ഓക്കെ, നമ്മളിവിടെ നിന്ന് ഓക്കെ ഐ സോ ഹർ കിസ്ഡ് എ ബോയ്, അത് ഇപ്പുറത്ത് വന്നപ്പോൾ വേറെ എന്തൊക്കെയോ രീതിയിൽ എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇപ്പുറത്ത് വന്നിട്ട് പറയുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ടാവും നമ്മളെക്കുറിച്ച്. സോ അതുകൊണ്ട് ഒന്നും ആരോടും പറയണ്ട. ഓക്കെ, ചെറിയ കാര്യമാണെങ്കിൽ പോലും ലൈക്ക് ബേസിക് സെൻസ് ലൈക്ക് ഐ സ്മോക്ക്, അതുപോലും ആരോടും പറയണ്ട. ലൈക്ക് ഇതെൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാ. ഇനി അടി കിട്ടുമ്പോൾ മാത്രമേ നിങ്ങൾ പഠിക്കൂലെങ്കിൽ പോയി പറഞ്ഞോളൂ. തേർഡ് വൺ, നമ്മൾ കോളേജിലാവുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഗോസിപ്സ് കേൾക്കും നമ്മൾ സീനിയേഴ്സിനെ കുറിച്ചെല്ലാം. നമ്മൾ ആ പൊസിഷനിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ വിഷമവും അതിൻ്റെ ഒരു ഡെപ്തും മനസ്സിലാവുള്ളൂ. ഓക്കെ, ചിലപ്പോൾ അതൊക്കെ ലൈക്ക് നമുക്ക് ഇരുന്ന് പറയാനൊരു കഥയാകും, ഒരു ടീ ആകും, ലൈക്ക് വാട്ട് എവർ ദേ കോളിംഗ് ലൈക്ക് സ്പിൽ ടീ എന്നൊക്കെ പറയുമ്പോൾ ഇരുന്ന് പറയാൻ കഥയൊക്കെ ആകും. അതൊക്കെ രസമാണ്. പക്ഷേ അത് വേറൊരാളുടെ ജീവിതമാണ്. നമ്മൾ അവിടെ എത്തുമ്പോൾ ഫോണിൻ്റെ സ്പേസ് തീർന്നു പോയി. സ്റ്റുപ്പിഡായിപ്പോൾ നമ്മൾ അവരുടെ പൊസിഷനിലെത്തുമ്പോൾ മാത്രമേ നമുക്ക് ലൈക്ക് മനസ്സിലാക്കുക കോളേജാണ്. ഇന്നോ നാളെയായിട്ട് നമ്മൾ ആ പൊസിഷനിലെത്തും. നമ്മളും ഗോസിപ്പിനുള്ളൊരു വകയാവും, നമ്മളും ടീയിലൊരു ഇൻഗ്രീഡിയൻ്റ് ആവും. അതൊക്കെ നമ്മൾ ഓർമ്മയുണ്ടാണ്. സോ ലൈക്ക് അറിയാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ നിൽക്കരുത്. തേർഡ് തിങ്. ഫോർത്ത് പോയിന്റ്, ഡോണ്ട് ഡിപ്പെൻഡ് അപ്പോൺ എനി വൺ. ഓക്കെ, സോ എനിക്ക് സൂക്കറുണ്ടായിരുന്നു ദാറ്റ് ഞാൻ ഫസ്റ്റ് ഞാൻ അറിയാതെ ഒരു സ്റ്റേറ്റിലാണ്. നമുക്കിവിടെ ആരും അറിയില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ന് പറയുന്നത് ഡേ സ്കോളേഴ്സാണ് അധികം ആൾക്കാരും. ഞാനും എനിക്കറിയുന്ന 2-3 ആൾ മാത്രമേ ഉള്ളൂ അങ്ങനെ എന്താ പറയുക ഇങ്ങനെ പി ജിയിലൊക്കെ നിന്നിട്ട് പഠിക്കുന്നത്. ബാക്കിയെല്ലാം ഡേ സ്കോളേഴ്സ്. അപ്പോൾ ഇവരെ നാടായത്. ഓക്കെ, അവർക്ക് ഇവിടെ കളിക്കേണ്ട കളി അറിയാം, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ എനിക്ക് അവരിൽ ഡിപ്പെൻഡഡ് ആണ്. എനിക്ക് മെട്രോ കയറാൻ അറിയില്ല, ബസ് എങ്ങനെ എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. സോ ഇൻ ദ ബിഗിനിങ് എനിക്ക് കുറച്ച് നല്ലോണം ഡിപ്പെൻഡ് ആയിപ്പോയി. പിന്നെ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ 100% ആൾക്കാരിൽ ഡിപ്പെൻഡ് ആവാൻ തുടങ്ങി. Then they started calling me, she need attention and pick me girl, she is like that എന്നെക്കുറിച്ച് പറഞ്ഞു. സോ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട, നമുക്ക് ഹെൽപ്പ് വേണ്ടി വരും. അത് നമ്മൾ മര്യാദയ്ക്ക് പോയി ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ ദേ ഡിഡ്, നോ ഒഫെൻസ്. പക്ഷേ നല്ലോണം ആരോടും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിൽക്കുക. ലൈക്ക് ദ മെയിൻ തിങ് ആക്ച്വലി. നമ്മൾ എന്തിനാണ് വന്നതെന്ന് മറക്കരുത്. ഫസ്റ്റ് ഇയറിൽ നമ്മുടെ CGPA ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കളിച്ച് നടന്നോ ചിരിച്ചോ അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളിവിടെ എന്തിനാണ് വന്നത്, ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തിട്ട് അവിടെ എന്തിനാണ് വന്നതെന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. പലപ്പോഴും ഞാൻ മറന്നു പോകുന്ന കാര്യം, അച്ഛൻ വിളിച്ചിട്ട് എടുക്കും അവിടെ പോയത് എന്തിനാന്ന് ഓർമ്മയില്ലേ, പഠിക്കാനാണ്, വേറെ കുരുത്തക്കടൊന്നും കളിക്കരുത്. അങ്ങനെ അച്ഛൻ അങ്ങനെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മറന്നു ഞാൻ എന്തിനിവിടെ വന്നേന്ന്. അങ്ങനത്തെ അവസ്ഥയാണ്. സോ ഫസ്റ്റ് ഇയറിൽ നമ്മളെ CGPA ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ലൈക്ക് ഞാൻ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇൻറ്റേൺഷിപ്പൊക്കെ വരുമ്പോൾ CGPA 9.8 CGPA ആണെങ്കിലും അവിടെ വല്ല ലൈക്ക് ഇറ്റ് ഡസ് നോ ലൈക്ക് ദിസ് നോട്ട് മാറ്റർ ലൈക്ക് ഇഫ് യു ഹാവ് 9.8 CGPA ആൻഡ് ഓൾ. അതും ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ചിലർ പറയുന്ന ഫസ്റ്റ് ഇയറിൽ CGPA ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഐ തിങ്ക് ലൈക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ബാക്ക് ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കും. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്തിനാ വന്നതെന്നുള്ള കാര്യം മറന്നു പോയരുത്. നമ്മൾ എന്തിനാ വന്നത്, പഠിക്കാനാണ്. പൈസ നമ്മളെ ആരെ കൊടുക്കുന്നത്, അച്ഛനും അമ്മയാണ് കൊടുക്കുന്നത്. അതും ചില്ലറ പൈസ ഒന്നല്ല, ലക്ഷങ്ങളാണ് തന്നെ കൊടുക്കുന്നത്. അതൊന്നും ഒരിക്കലും മറക്കാണ്ടിരിക്കുക. ദാറ്റ് വാസ് മൈ 5th പോയിന്റ്. ആൻഡ് 6th വൺ കുറച്ച് പേഴ്സണലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൾച്ചറിലും യെസ് വരിക, എല്ലാ കൾച്ചറൽ ആക്ടിവിറ്റീസ് ടെക് ഫെസ്റ്റിനും ഓക്കെ വരിക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബിക്കോസ് വി വിൽ ബി നെവർ ദിസ് യങ് അഗെയിൻ ഇൻ അവർ ലൈഫ്. ഇത്രയും ചെറുപ്പമാവില്ല നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഇനി. സോ കൾച്ചറൽ ഫെസ്റ്റ് നമുക്ക് ചിലപ്പോൾ കോളേജൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇതെന്ത് ഷാട്ടാ കോളേജിൽ വൈ ആം ഐ ഹിയർ ലൈക്ക് അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. ഇവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ കൾച്ചറൽ ഫെസ്റ്റ് ചിലപ്പോൾ മറ്റുള്ള കോളേജ് വെച്ച് നോക്കുമ്പോൾ ഒന്നും അല്ലായിരിക്കും, ഒരു വൈബ് ഒരു തേങ്ങ ഉണ്ടാവില്ല. പക്ഷേങ്കിൽ we should like go out there and enjoy whatever little happiness they are giving us, because അത് മാത്രമേ പിന്നെ തിരിഞ്ഞു നോക്കുമ്പം ആലോചിക്കാനും ഫണ്ണായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കൾച്ചറൽ ഫെസ്റ്റിലും കാര്യങ്ങളിലും ലൈക്ക് കഴിവുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആൾക്കാരെന്ത് വിചാരിക്കുന്നു ഇവിടെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് ഇതൊരു കോളേജാണ്, ഒരുപാട് കഴിവേറികളുണ്ടോ. സോ നമ്മൾക്ക് ചെറിയ കാര്യമല്ല അത് ലൈക്ക് കണ്ടുവിടും. കോളേജിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോ വൺ ടെൽ അസ് വാട്ട് ടു ഡു. ലൈക്ക് അത് തന്നെയാണ് ഇവിടുത്തെ കോണും ലൈക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നോ വൺ ടെൽ അസ് വാട്ട് ടു ഡു, വി ക്യാൻ ഡു വാട്ട് എവർ ഷുഡ് വി നീഡ് ടു ഡു. സോ
we can go out there and do our shit. No one will look care. Like നമ്മൾ നല്ലോണം ചെയ്തിട്ടുണ്ടെങ്കിൽ we'll get noticed, we will get appreciated. So don't ignore any cultural fest, any type fest. Like എത്ര ചെറിയ പ്രോഗ്രാം ആണെങ്കിലും പോവുക. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ്, സേ യെസ് ടു ഓൾ ദ സഡൻ പ്ലാൻസ്. ചിലപ്പം വി മൈറ്റ് റിഗ്രറ്റ്. ലൈക്ക് അതെൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. ഞാൻ പറഞ്ഞല്ലോ, ട്രസ്റ്റ് ഒന്നും ആരെയും ചെയ്യണ്ട. പക്ഷേ നമ്മളെ സെൽഫിഷ് ആയിട്ടുള്ള ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് വി ഷുഡ് ഗോ ഔട്ട് ദർ, വി ഷുഡ് മേക്ക് സഡൻ പ്ലാൻസ്, വി ഷുഡ് ബങ്ക് ക്ലാസ്. വാട്ട് ഈസ് ഫൺ വിതൗട്ട് ബങ്കിങ് ക്ലാസ്സസ്? ഓക്കെ, ഐ മീൻ ലൈക്ക് അറ്റൻഡൻസ് വേണം. ഇവിടെ നമുക്ക് 85% അറ്റൻഡൻസ് ഒക്കെ വേണം. നോ ഷീറ്റ്, ഗോ ഔട്ട് ദർ ആൻഡ് വി ഷുഡ് ഹാവ് ഫൺ ബിക്കോസ് ദാറ്റ് ഈസ് ദ എൻറ്റയർ പോയിന്റ് ഓഫ് ലൈഫ്. ഇതൊരു മൂവി ഒന്നുമല്ല. ലൈക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലൈക്ക് ഹാപ്പി എൻഡിങ് അങ്ങനെയൊന്നും ആവില്ല. ഇത് സിനിമയൊന്നുമല്ല. ലൈക്ക് നമ്മൾ ലാസ്റ്റ് കമുകിനെ കിട്ടി കമുകിനെ ഒന്നിക്കും. ഇതങ്ങനെയൊന്നും ഇവിടെ നടക്കില്ല. ദിസ് ഈസ് അവർ ലൈഫ്. വി ഷുഡ് മേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. നമ്മൾ വർക്ക് ഹാർഡ്. ഇറ്റ് വിൽ ഒബ്വിയസ്ലി ടേക്ക് ടൈം ബിക്കോസ് വി ആർ ബിൽഡിങ് എ കരിയർ, നോട്ട് മാഗി ആൻഡ് ഓൾ 2 മിനിറ്റിൽ ശരിയാവാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ടൈം എടുക്കും. ബട്ട് ട്രസ്റ്റ് മീ, ദ ഫ്യൂച്ചർ വിൽ ബി ഗുഡ്. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. അതായത് എൻ്റെ ചിലവ് ഇപ്പോൾ അച്ഛനമ്മയെ തന്നെ എടുക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് വരുമാനമൊന്നുമില്ല. യൂട്യൂബ് ഒന്നും പേ ചെയ്യാൻ തുടങ്ങിയില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മോണിറ്ററൈസ് ആക്കി തന്നിട്ടുണ്ടെങ്കിൽ വരുമാനം കിട്ടുമായിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് അനദർ സ്റ്റോറി. ഓക്കെ, ഞാൻ ഇവിടെ ബാംഗ്ലൂർ വന്ന് പാരൻസിൽ നിന്ന് മാറി നിന്നതിന് ശേഷം ഞാൻ പഠിച്ച 3 കാര്യങ്ങൾ. ഒന്ന്, മണീൻ്റെ വില. ഓക്കെ, ഒറ്റക്ക് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് മണി. ദാൻ ഫുഡ്. എപ്പോൾ നാട്ടിലെ പോലെ സുഖകരമായൊരു ജീവിതവും ഫുഡും ഒന്നുമല്ല. നമ്മൾ പട്ടിണി എടുക്കേണ്ടി വരും. ഇവിടെ PG ഫുഡ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് അത് ചില സമയം വയൽ വെക്കാൻ കുഴപ്പമില്ല. പിന്നെ 3-മത്തെ കാര്യം, ആരും വിശ്വസിക്കേണ്ട. ഇത് കാരണം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുഭവം കൊണ്ടുണ്ടാകും. എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മളിവിടെ വന്നത് പഠിക്കാനാണ്. ആരും കണ്ടിച്ചല്ല ഇവിടെ വന്നത്. നമ്മളെ പൈസ എടുക്കുന്നത് നമ്മളെ പാരൻസാണ്. അവരാണ് നമ്മളെ ചിലവ് നോക്കുന്നത്. അവരാണ് നമ്മളെ ലോൺ എടുത്ത് നമ്മളായിക്കും അടക്കുക. പക്ഷേങ്കിൽ ലോൺ എടുത്ത് പഠിപ്പിക്കുന്നതും എഡ്യൂക്കേഷനുള്ള പൈസയൊക്കെ കൊടുക്കുന്നത് നമ്മളെ പാരൻസാണ്. അവരെ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി, അവരെ മാത്രം മനസ്സിലാക്കിച്ചാൽ മതി. ഓക്കെ, എത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടി. 1 കൊല്ലം കൊണ്ട് ഞാൻ പഠിച്ച എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇനിയും ചിലപ്പോൾ എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്. അത് അടുത്ത പോലെ ഞാൻ തീർച്ചയായും കണ്ടിപ്പാக ഇടുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇഫ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ, ഗിവ് ദ ബിഗ് തംസ് അപ്പ്. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മോണിറ്ററൈസ് ആക്കി തരുക. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പച്ച പിടിക്കണം എന്ന് നല്ലൊരു ആഗ്രഹം പെട്ടെന്ന് വന്നിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID, ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം ID പ്ലീസ്. പിന്നെ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വെച്ച് കാണാം. Till then, this is bye from Hridayaraji signing out.